മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഉഴിഞ്ഞ എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയാണ്. ദശപുഷ്പങ്ങളിലൊന്നായ ഉഴിഞ്ഞ സമൂലം ഔഷധ യോഗ്യമായ ഒരു പച്ചമരുന്നാണ്. ഇതിൻ്റെ ഇല, വിത്ത്, വേര് ഇവയെല്ലാം തന്നെ ഔഷധ ഗുണ സമ്പുഷ്ടങ്ങളാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കണം. മുടി വളരുന്നതിന് ഉഴിഞ്ഞ വളരെയധികം പ്രയോജനമുള്ളതാണ്. അതുപോലെ നീര് മാറാൻ, വാദം ശമിക്കാൻ, പനി മാറുന്നതിന് ഒക്കെ ഉഴിഞ്ഞ നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉഴിഞ്ഞ ചേർത്തുണ്ടാകുന്ന ഉഴിഞ്ഞാകൃതം ആയുർവേദത്തിൽ വളരെ പ്രചാരം ശ്രദ്ധിച്ച ഒരു മരുന്നാണ്. ചതവ് ഉള്ള ഭാഗങ്ങളിൽ ഉഴിഞ്ഞ അരച്ച് കെട്ടിവെച്ചാൽ ചതവ് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മൂത്രം പോകാൻ തടസ്സമുള്ളവർക്ക് ധാരാളം മൂത്രം പോകാൻ ഉഴിഞ്ഞ വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇന്ദ്രാണി പേരിൽ അറിയപ്പെടുന്ന ഇന്ദ്രദേവൻ്റെ നാമധേയത്താലുള്ള ഒരു പുഷ്പമാണ്, ഒരു സസ്യമാണ് ഈ പറയുന്ന ഉഴിഞ്ഞ എന്ന് പറയുന്നത്. അപ്പം ഇത് പറിച്ച് മുടിയിൽ ചൂടിക്കഴിഞ്ഞാൽ ഇന്ദ്രദേവൻ്റെ അനുഗ്രഹം സ്ത്രീകൾക്ക് ലഭ്യമാകുമെന്നാണ് പറയുന്നത്. അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി മുൻകാലങ്ങളിൽ സ്ത്രീകൾ ഇത് ചെയ്തിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് ഉഴിഞ്ഞ ഉപയോഗിക്കുന്നുണ്ട്. ഉഴിഞ്ഞ സമൂലം പറിച്ചെടുത്ത് അത് ചതച്ച് താളിയാക്കി തല കഴുകുകയാണെങ്കിൽ തലമുടി വളരുന്നതിനും നല്ല കറുപ്പ് നിറം ലഭിക്കുന്നതിനും താരൻ, മുടികൊഴിച്ചൽ എന്നിവ ശമിക്കുന്നതിനും നല്ലതാണ്. ഷാമ്പൂ ഒന്നും ഇല്ലായിരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉഴിഞ്ഞ ഏറ്റവും നല്ല താളിയായിട്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തിൽ നിന്ന് ഒരു എണ്ണ ലഭിക്കുന്നതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളായ പശുവിനെയും ആടിനെയും പോത്തിനെയും എരുമയും ഒക്കെ ഈ ഉഴിഞ്ഞ പിഴുതെടുത്ത് അത് ഇട്ട് തേച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ ഈ വളർത്തു മൃഗങ്ങളുടെ ദേഹത്ത്, ശരീരത്ത് മറ്റ് കീടാരോഗബാധകളൊന്നും തന്നെ ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ ഇവയ്ക്കൊന്നും തന്നെ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാവാറില്ല. വളരെ ആരോഗ്യത്തോടെ കന്നുകാലികൾ, വളർത്തുമൃഗങ്ങൾ വളരാനും ഇത് പ്രയോജനപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വയറുവേദന, അൾസർ, ചുമ, ജലദോഷം, ത്വക്ക് രോഗങ്ങൾ എന്നിവയൊക്കെ ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കാൻ ഈ ഉഴിഞ്ഞയ്ക്ക് കഴിയും എന്നുള്ളതും സത്യമാണ്. നമ്മുടെ പ്രകൃതി ദാനമായി തന്നിരിക്കുന്ന ഒരു പച്ചമരുന്ന് കൂടിയാണ് ഉഴിഞ്ഞ. നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ പ്രദേശങ്ങളിലും ഉഴിഞ്ഞ കാണപ്പെടുന്നുണ്ട്. റോഡ് സൈഡിലൊക്കെ ധാരാളമായിട്ട് ഉഴിഞ്ഞ വളർന്നു കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പട്ടിയെ, അതുപോലെ തന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങളെയൊക്കെ ഈ ഉഴിഞ്ഞ കൊണ്ട് തേച്ച് കുളിപ്പിക്കാനൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ വില കൂടിയ സോപ്പും അതുപോലെ തന്നെ മറ്റ് ഷാമ്പുകളുമൊക്കെ മേടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനും തൽഫലമായിട്ട് ഇതിൻ്റെയൊക്കെ ത്വക്കിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവാതെ, രോഗങ്ങളും ഉണ്ടാവാതെ, ചെള്ളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കീടങ്ങളൊന്നും തന്നെ, പരാതങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കാനും നമുക്ക് ഇത് പ്രയോജനപ്പെടും. ഇത്തരത്തിൽ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന കീട അണുനാശിനികൾ നമ്മൾ കണ്ടെത്തുകയും അത് നമുക്കും നമ്മളെ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സാമ്പത്തിക ലാഭവും ഒപ്പം ജൈവികമായ ഒരു പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിന്, മൃഗങ്ങളുടെ ശരീരത്തിന് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. പുതുതലമുറയ്ക്ക് അജ്ഞാതമായിക്കൊണ്ടിരിക്കുന്ന ഉഴിഞ്ഞ ഉൾപ്പെടെയുള്ള ഈ സസ്യങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ലക്ഷ്യം. ഒപ്പം ഇവ നമ്മുടെ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ടതും ആവശ്യമാണ്. നമ്മളുമായി ബന്ധപ്പെടുന്ന, ഇതുമായി അറിവില്ലാത്തവർക്ക് ഇത് സംബന്ധിച്ച അറിവ് പറഞ്ഞു കൊടുക്കേണ്ടതും ഇത് പൂർണ്ണമായിട്ടും നശിപ്പിക്കാതെ ഒഴിഞ്ഞ അല്പമെങ്കിലും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഒട്ടനവധി ഇത്തരത്തിലുള്ള സസ്യജാലങ്ങളുണ്ട്. അവ നമുക്ക് പരിചയപ്പെട്ടിരിക്കുന്നു.
മുൻകാലങ്ങളിൽ വാമൊഴിയായി മാത്രം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഇത്തരം ഔഷധ സസ്യങ്ങൾ നമ്മൾ കണ്ടറിയുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനും അതുമൂലം ആയുസ്സും വർദ്ധിക്കാനും ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒഴിഞ്ഞ ഉൾപ്പെടെയുള്ള ഈ മരുന്നുകൾ കണ്ടറിയണം. കാരണം നമ്മുടെ ഗ്രാമത്തിലെ വഴിയോരങ്ങളിലൂടെ ഒരല്പസമയം നടക്കുകയാണെങ്കിൽ ഈ മരുന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് അവ തിരിച്ചറിയാനും അതുപോലെ തന്നെ അവ നമ്മുടെ പ്രദേശങ്ങളിലില്ലെങ്കിൽ അവയിലൊരു വിത്തോ അല്ലെങ്കിൽ തണ്ടോ ഒടിച്ചു നട്ട് അവ വളർത്തിയെടുക്കാനും അതുമൂലം നമ്മൾ ഇതുമായി ബന്ധപ്പെടാനും സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കിത് മരുന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആയുർവേദ ഔഷധ സസ്യങ്ങളുമായിട്ട് നമ്മൾ സ്ഥിരമായി ഇടപഴകുമ്പോൾ തീർച്ചയായിട്ടും അവയിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ഒരു പ്രത്യേകതരം വാതകം അല്ലെങ്കിൽ കാറ്റ് നമ്മുടെ ത്വക്കിനും മനസ്സിനുമൊക്കെ കുളിർമയേകുകയും ഒപ്പം നമ്മൾ അറിയാതെ തന്നെ നിരന്തരമായ ഈ മരുന്നുകളുടെ സമ്പർക്കത്തിലൂടെ ഇതിൻ്റെ വീര്യം നമ്മുടെ ഉള്ളിലെത്തുകയും അങ്ങനെ പലവിധ കീടബാധകൾ നമുക്ക് ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യുന്നു. നമുക്ക് കഞ്ഞരളിയ ഈ ജീവിതം, ഒരിക്കൽ മാത്രം ഉള്ള ഈ ജീവിതം, ദൈവം ദാനമായി തന്ന ഈ ജീവിതം സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിച്ചു തീർക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഭൂമിയിൽ തന്നിട്ടുള്ള ഓരോ പ്രദേശത്തിനും ജനങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും നിർബന്ധമായും കഴിക്കേണ്ടതും ഉപയോഗിക്കേണ്ടതും പരീക്ഷിക്കേണ്ടതുമായ ഇത്തരം സസ്യങ്ങൾ കണ്ടറിയേണ്ടതും അവ പരിചയപ്പെടേണ്ടതും അത്യാവശ്യമാണ്. തീർച്ചയായും ഇളഞ്ഞൂർ ബ്ലോഗിൻ്റെ എല്ലാ പ്രേക്ഷകരും ഈ പരിചയപ്പെടുത്തുന്ന സസ്യങ്ങൾ മനസ്സിലാക്കുമെന്നും അവ ഇല്ലാത്ത പ്രദേശങ്ങളിൽ നട്ടുവളർത്തുമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ന് ഒട്ടനവധി പച്ചമരുന്നുകൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ പച്ചമരുന്നുകൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുകയും ഒരുപക്ഷെ ഉള്ളത് നമ്മുടെ സഹോദരങ്ങൾക്ക് സഹജീവികൾക്ക് തിരിച്ചറിയാനാകാതെയും വന്നാൽ നമ്മൾ വളരെയധികം ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് അത് മാറും. മരുന്നുകൾക്കും ആശുപത്രി ചിലവുകൾക്കും വൻ വിലയായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നമുക്ക് അത് വളരെ ദുസ്സഹമായ ഒരു ജീവിത രീതി തന്നെയായിരിക്കും. അതുകൊണ്ട് പ്രകൃതിയിൽ കാണുന്ന നമുക്ക് ഭക്ഷ്യോഗ്യമായിട്ടുള്ള ഇലക്കറികൾ നമ്മൾ ഭക്ഷിക്കുകയും സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന കൃഷികൾ ചെയ്ത് വിഷരഹിതമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ഭക്ഷിക്കുകയും ഒപ്പം ഔഷധത്തിനായി ഉപയോഗിക്കാൻ പറ്റുന്ന പച്ചമരുന്നുകൾ കണ്ടെത്തി അവ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒട്ടനവധി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും അതിലൂടെ സന്തോഷപൂർണ്ണമായ ഐശ്വര്യദായകമായ ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്ന് രോഗങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് മനുഷ്യർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആശുപത്രികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ രോഗികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രായം ഭേദമില്ലാതെ തന്നെ പലവിധ രോഗങ്ങൾ മനുഷ്യനെ ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നു. മരുന്ന് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യം ക്ഷയിച്ച് ബുദ്ധിയും കഴിവും നഷ്ടപ്പെട്ട് ജീവിച്ചവൻ പോലെ ജീവിച്ചു നിന്നിട്ട് കഥയില്ല. നമ്മൾ പ്രകൃതിയിലേക്ക് കുറേയൊക്കെ മടങ്ങിപ്പോവുകയും പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഇത്തരത്തിലുള്ള പച്ചമരുന്നുകൾ കണ്ടറിഞ്ഞ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നു. പൈസ ഉണ്ടാക്കണമെന്ന ലക്ഷ്യം മാത്രം വെച്ച് മുന്നേറുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതും പൈസ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ശരീരം സംരക്ഷണവും അതുപോലെ തന്നെ പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ കവചം സ്വീകരിക്കാനും നമ്മൾ തയ്യാറാവണം. ഇളഞ്ഞൂർ ബ്ലോഗിൻ്റെ എല്ലാ പ്രേക്ഷകരും ഇത് ശരിക്കും മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും അതുപോലെ തന്നെ അത് സ്വീകരിക്കാനും ഒക്കെ താല്പര്യം നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ഇളഞ്ഞൂർ ബ്ലോഗിലെ ഈ ചാനൽ കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണങ്ങളും സാധനം ഉണ്ടാകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.